ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രേറ്റ് ഈഗിൾ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ MCX വീക്കിലി റിവ്യൂയിലേക്ക് ഏവർക്കും സ്വാഗതം. ഗോൾഡ് മാർക്കറ്റ് ക്രാഷ് ആണാ? ക്രാഷ് തന്നെയാണ്. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. XAU USD കഴിഞ്ഞ ഒരു ആഴ്ച കൊണ്ട് ആശാൻ എവിടം വരെ അടിച്ചിറങ്ങി നോക്കുക. നിങ്ങൾ ഇത് ഒരൊറ്റ വീക്കിലി, ഇതൊരു വീക്കിലിയുടെ ഒരു ചാർട്ടാണ്. നിങ്ങൾ നോക്കി അറിയാം. ഹെവി സെല്ലിങ് $5000 ഭാഗത്തേക്ക് വന്ന് അടിച്ചിറങ്ങി ഏറ്റവും ലോവസ്റ്റ് 4496 എന്ന് പറഞ്ഞ ആ ഒരു ലെവലിന്റെ ഭാഗത്താണ് XAU USD ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 4500 താഴെ ഡേഞ്ചറസ്ലി ആണ് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹെവി സെല്ലിങ്, അതായത് $400 ഒരാഴ്ചയിൽ ഗോൾഡ് അടിക്കുക എന്ന് പറഞ്ഞാൽ ഹെവി സെല്ലിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 5022 ഭാഗത്താണ് ഗോൾഡ് ക്ലോസ് ചെയ്തത്. ഞാൻ പറഞ്ഞു മാർക്കറ്റ് ബാലൻസിലോട്ട് പോകുന്നു പറഞ്ഞു. എന്റെ പ്രവചനങ്ങൾ തെറ്റിച്ചുകൊണ്ട് ഗോൾഡ് ഒരു ട്രെൻഡിങ് മൂവ് ഡൗൺവേഡ് തന്നു. അപ്സൈഡ് തന്നിട്ടില്ല, അത് കൃത്യമായിട്ടുണ്ട്. ഡൗൺ സൈഡ് മൂവാ തന്നത്. പ്രത്യേകിച്ച് ഗോൾഡും അതേപോലെയാണ്. XAG USD ആയ സിൽവറും അതേപോലെ കഴിഞ്ഞ വീക്കിൽ $80 ഭാഗത്ത് ക്ലോസ് ചെയ്ത ആശാൻ ഇന്ന് ക്ലോസ് ചെയ്യിക്കുന്ന $67.85 ഭാഗത്താണ്. ചുരുക്കി പറഞ്ഞാൽ സിൽവറിലും ഗോൾഡിലും പ്രഷ്യസ് മെറ്റലിലെ ഹെവി ആയിട്ടുള്ള ഒരു സെല്ലിങ് ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ വാറിന്റെ ഇത് കാരണം, പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടുമെന്ന്, അതായത് പെട്രോളിന്റെ ഡീസലിന്റെ, അതായത് ഓയിലിന്റെയും ഗ്യാസിന്റെ ഒക്കെ വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻഫ്ലേഷൻ എല്ലായിടത്തും കൂടും. എല്ലാ കൺട്രികളുടെയും ഇൻഫ്ലേഷൻ കൂടുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് പറ്റും? ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ചാൻസ്, അല്ലെങ്കിൽ കറണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് താഴേക്ക് കുറയ്ക്കുന്നതിനെ പോസ് ചെയ്യുമ്പോഴും യൂഷ്വലി എന്ത് പറ്റും? ബോണ്ടിന്റെ ഈൽഡിലേക്ക് മാറും. ബോണ്ടിന്റെ ഈൽഡ് കൂടുമ്പോൾ എന്ത് പറ്റും? പൊതുവേ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ത് ചെയ്യും? ഇക്വിറ്റിയിൽ നിന്നും കമ്മോഡിറ്റിയിൽ നിന്നും അങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്നും, പ്രത്യേകിച്ച് പറഞ്ഞാൽ അവിടെ നിന്ന് വിൽപ്പന ചെയ്ത് നേരെ അങ്ങോട്ട് ബോണ്ട് മാർക്കറ്റിലേക്ക് പോകുന്ന ഒരു അവസരമാണ് ഇപ്പൊ നടക്കുന്നത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗോൾഡും സിൽവറും ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ നല്ല രീതിയിൽ താഴെ ഇറങ്ങി വന്നത്. നമുക്ക് നോക്കേണ്ടത് ഈ കഴിഞ്ഞു പോയ ആഴ്ചയിൽ ഇനി അങ്ങോട്ട് മാർക്കറ്റ് എങ്ങോട്ട് പോകും. ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ്, XAU USD എന്ന് പറഞ്ഞ ഗോൾഡ് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ട്രെൻഡിങ് ഡൗൺ ആയ ഒരു വീക്കായിരുന്നു. നമ്മുടെ POC നിൽക്കുന്ന $5000 ഭാഗത്താണ്. $5500 ഭാഗത്താണ് POC നിൽക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു സെല്ലിംഗ് ഡൗൺ ആണ്. മാർക്കറ്റിൽ കുറെ സിംഗിൾ പ്രിന്റ്സ് ക്രിയേറ്റ് ചെയ്ത്, വീക്കിലി സിംഗിൾ പ്രിന്റ്സ് ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി 4496 എന്ന് പറഞ്ഞാൽ വീക്കിലി ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് ലോവർ ലെവലിന്റെ ഭാഗത്തേക്ക് നിൽക്കുകയാണ്. ഈ ലോവർ ലെവൽ എപ്പം വന്ന് നിങ്ങൾ നോക്കിയാലും കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഈ ഫെബ്രുവരി മാസം 2-ാം തീയതി നമ്മുടെ ബഡ്ജറ്റ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഗോൾഡ് ഒരു ഒറ്റ അടി അടിച്ചു. ആ ദിവസം $4400 ഭാഗത്തേക്കാണ് വന്ന് ഗോൾഡ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മളിപ്പോ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോൾഡ് മാർക്കറ്റ് നാളെ ഇതേ $4500 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ $4400 ഭാഗത്തേക്ക് ഒരു മീൻ ടെസ്റ്റ് പോസിബിൾ ആയിരിക്കും. ആ $4400 പൊട്ടുകയാണെങ്കിൽ ആശാൻ എങ്ങോട്ട് പോകും? പിന്നെ ദൈവമേ രക്ഷ എന്ന് പറഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ $4422 പൊട്ടുകയാണെങ്കിൽ ഈ 29 ഡിസംബറിലെ ആ ഒരു ട്രെൻഡിങ് അപ്വേർഡ് വീക്കിന്റെ POC ആയ $4329 ഭാഗത്തേക്ക് വരാനും, അതിന് താഴെ 4300 ഭാഗത്ത് ഒരു ചെറിയൊരു സപ്പോർട്ട് എടുക്കാനും ചാൻസും കൂടുതലാണ്. ആ $4300 പൊട്ടുകയാണെങ്കിൽ അവൻ പിന്നെയും ഈശ്വരോ രക്ഷിത എന്ന് പറയും പോലെ അതിനു മുമ്പേ ഉള്ള ഈ ഡിസംബർ മാസം 8-ാം തീയതി വീക്കിലെ ഒരു ട്രെൻഡിങ് വീക്കായ ദിവസത്തെ 4200, 4280 എന്ന് പറഞ്ഞ ആ ഒരു POCയുടെ ഭാഗത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ $4500 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $4422 ഭാഗത്തേക്ക് ഗോൾഡ് എത്താനും, അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ $4300 ഭാഗത്തേക്കും, അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ $4200 ഭാഗത്തേക്കും ഗോൾഡ് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇനി ഗോൾഡിന് ഒരേ ഒരു കാരണം, നാളെ ഈ 4679 എന്ന് പറഞ്ഞ ഈ കഴിഞ്ഞു പോയ വീക്കിന്റെ വാല്യൂ ഏരിയ ലോയുടെ ഭാഗത്തേക്ക് തിരിച്ചൊരു ട്രൈ നടത്തുകയാണെങ്കിൽ ആ ട്രൈ എങ്ങോട്ട് കൊണ്ടുപോകാം? ഈ വീക്കിന്റെ കഴിഞ്ഞു പോയ വീക്കിന്റെ സിംഗിൾ പ്രിന്റ് ആയ 4794 ഭാഗത്തേക്കും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോവാം? ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു ഈ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഈ ഒരു
ഈ സിംഗിൾ പ്രിന്റ് 4900 ഭാഗത്തേക്കും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്കും പോകാം. ചുരുക്കി പറഞ്ഞാൽ ഗോൾഡ് തിരിച്ച് കയറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഈ 4679 അല്ലെ $4680 മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രമേ അങ്ങനെ ഒരു ചാൻസിലേക്ക് ഞാനൊരു പ്രതീക്ഷ വയ്ക്കുന്നുള്ളൂ. ഇതാണ് ഗോൾഡിന്റെ ഒരു ഓവറോൾ വ്യൂ. ഇനി നമുക്ക് നോക്കേണ്ടത് സിൽവർ. അപ്പൊ സിൽവർ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഒരു ട്രെൻഡിങ് വീക്ക് ആയിരുന്നു സിൽവർ സംഭവിച്ചത്. സിൽവറിൽ $80 ഭാഗത്ത് ഹെവി സെല്ലിംഗ് ഉണ്ട്. ഈ കഴിഞ്ഞു പോയ ആഴ്ചയുടെ POC നിൽക്കുന്നത് $79.30 ഭാഗത്താണ് POC നിൽക്കുന്നത്. നിങ്ങൾ നോക്കാറ് 79.31 ഭാഗത്താണ് ആ POC നിൽക്കുന്നത്. സോ സിൽവറിനെ സംബന്ധിച്ച് പറയുന്നത് സിൽവർ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ പഴയ ഒരു പ്രൊഫൈൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ഈ പ്രൊഫൈൽ ഏത് കൃത്യമായി പറയുകയാണെങ്കിൽ ഈ അതായത് ഫെബ്രുവരി മാസം സെക്കൻഡിൽ ആ വീക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ലോ ആയ $63.9 ഭാഗത്തേക്ക് ഒരു ചെറുങ്ങനെ സപ്പോർട്ട് ഉണ്ട്. ഈ 63.8 അല്ലെങ്കിൽ 9 എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം സിൽവർ പൊട്ടുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? പിന്നെ ഈശ്വരം രക്ഷിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾക്കുള്ള ഏക രക്ഷ എന്ന് പറഞ്ഞാൽ ഈ POC ആണ്. നിങ്ങൾ കാണുമ്പോൾ ഏതാണ് 8 ഡിസംബറിന്റെ POC ആയ $57.95 ഭാഗത്തേക്ക് സിൽവർ വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ദൈവമേ ഈ $51.38 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും വളരെയധികം സിൽവറിനെ സംബന്ധിച്ച് കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ $63 സിൽവർ പൊട്ടുകയാണെങ്കിൽ സിൽവർ എങ്ങോട്ട് വരും? $58 ഭാഗത്തേക്ക് വരാനും അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സിൽവറിനെ സംബന്ധിച്ച് 51.35 അല്ലെങ്കിൽ $52 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് സിൽവറിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. ഇനി ഞാൻ ഗോൾഡിന് പറഞ്ഞ പോലെ സിൽവറിനെ സംബന്ധിച്ച് ഗോൾഡിന് പറഞ്ഞ അതേ സെയിം സെനാരിയോ ആണ്. സിൽവറിനെ സംബന്ധിച്ച് $73 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ തിരിച്ചൊരു റിവേഴ്സൽ അതായത് ആ റിവേഴ്സൽ എങ്ങോട്ട് കൊണ്ടുപോകാം? സിൽവറിനെ സംബന്ധിച്ച് ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് 79.31 പറഞ്ഞ ഈ ഒരു POCയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷന്റെ പോസിബിലിറ്റി ചാൻസ് ഉള്ളൂ. അപ്പം സിൽവറിനെ സംബന്ധിച്ച് ഗോൾഡിനെ പോലെയാണ്. അപ്പൊ പൊതുവേ ഞാൻ പ്രഷ്യസ് മെറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ട്രെൻഡിങ് ഡൗൺവേർഡായ വീക്കായിരുന്നു ഈ കഴിഞ്ഞു പോയത്. സോ ഈ കഴിഞ്ഞു പോയ വീക്കിലി വാല്യൂവേരിയ ലോ അല്ലെങ്കിൽ നമ്മൾ ഈ വീക്കിന്റെ ലോ ആയ $67 ഭാഗത്ത് സിൽവറിലും $4500 താഴെ ഗോൾഡും സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡൗൺവേർഡ് ലെവലിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എനിക്ക് പ്രഷ്യസ് മെറ്റലിൽ പറയാനുള്ള ചാൻസ്. ഇല്ല തിരിച്ച് കയറണമെങ്കിൽ ഈ കഴിഞ്ഞുപോയ വീക്കിന്റെ വാല്യൂവേരിയ ലോ $73 സിൽവറും ഗോൾഡ് എത്രയിലാണ്? ഗോൾഡിനെ സംബന്ധിച്ച് പറയുന്നത് $4680 മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാത്രമേ തിരിച്ചൊരു മീൻ റിവേർഷന്റെ പോസിബിലിറ്റി ഞാൻ കാണുന്നുള്ളൂ. ഇനി നമുക്ക് എനർജി സെക്ടറിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ച എനർജി സെക്ടറിൽ പറയാനുള്ളത് ക്രൂഡ് ഓയിൽ ഒരു ഒരു റേഞ്ച് ബെനിഫിറ്റ് ചെയ്തു. ക്രൂഡ് നോക്കണമെങ്കിൽ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ 9574നും 8535 ഇടയ്ക്കുള്ള 1000 പോയിന്റിനിടയ്ക്ക് ഒരു ബാലൻസിംഗ് ആണ് സിൽവർ ഗോൾഡ് അല്ല ക്രൂഡ് ഓയിൽ തന്നിരിക്കുന്നത്. ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 9600 ഈ പറഞ്ഞ 9569 എത്രയാണ്? 9576 മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡ് അല്ല ഇപ്പോഴും തെറ്റിപ്പോയി ക്ഷമിക്കുക. ക്രൂഡ് ഓയിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കുറച്ച് ലോവർ വോളിയം വന്ന ഫാസ്റ്റ് മൂവിങ് ഏരിയയുടെ ഭാഗമായ 10500 വരെയുള്ള പോകാനുള്ള ചാൻസ് ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഇല്ല എങ്കിൽ അവനെ സംബന്ധിച്ച് ഈ ഒരു റേഞ്ചിന്റെ ഭാഗത്ത് ഒരു ബാലൻസ് തരാനുള്ള ചാൻസ് കൂടുതലാണ്. ഫ്രഷ് സെൽ എന്ന് പറയുമ്പോൾ ഈ $8522 MCC 8522 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് താഴേക്ക് ഇറങ്ങി ഈ സിംഗിൾ പ്രിന്റ് വരെ ഫില്ല് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ക്രൂഡ് ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ച് ബാലൻസ് ഇപ്പോഴും കിടപ്പുണ്ട്. 8500നും 9600 1100 പോയിന്റിനകത്തുള്ള ഒരു ബാലൻസ് ആണ് ക്രൂഡ് ഓയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത സർക്കിളിൽ കിടന്ന് കളിക്കാനുള്ള ചാൻസ് ആയിരിക്കും സംഭവിക്കുന്നത്. ഇല്ല എങ്കിൽ 9600 പൊട്ടി മുകളിലോട്ട് പോകണം. അങ്ങനെയാണെങ്കിൽ 10500 വരെയുള്ള ചാൻസ് ഉണ്ട്. ഇല്ല 8500 പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 8000 7800 7400 എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഓയിലിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ്. നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് പറയുന്നത് കഴിഞ്ഞ ഈ ഒരു വീക്കിന്റെ നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വീക്കിലി ഒരു റേഞ്ച് ഒന്നുമില്ല. എന്താണ് ഒരു റേഞ്ച് ഇങ്ങനെ ഞാൻ ഈ പ്രൊഫൈലിനെ മെർജ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസിയായി ഐഡന്റിഫൈ പറ്റും. ഈ ഒരു ട്രെൻഡിങ് അപ്പോർഡ് വീക്ക് വന്ന് താഴേക്ക് ഇറങ്ങി POCയുടെ ഭാഗത്ത് ക്ലോസ് ചെയ്ത ലെവലിന് മുകളിൽ നിൽക്കുകയാണ്. നാച്ചുറൽ ഗ്യാസ് സംബന്ധിച്ച് 278 304 എന്ന് പറഞ്ഞ
ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തേക്ക് കിടന്നാണ് അവൻ കളിക്കുന്നത്. സോ 304 305 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 318 അവിടം വരെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് മുകളിൽ 326 വരെ വരാനും ഇല്ല. 278 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ താഴേക്ക് ഇറങ്ങി 271 അതിന് താഴെ ഈ POC ആയ 258 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് നാച്ചുറൽ ഗ്യാസിനെ സംബന്ധിച്ച് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരു റേഞ്ച് ഓയിൽ സെക്ടറിൽ എനർജി സെക്ടർ ഒരു റേഞ്ചാണ് 305 278 എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഗ്യാസിന്റെ റേഞ്ചും 9600 8500 എന്ന് പറഞ്ഞാൽ 1100 പോയിന്റ് റേഞ്ചാണ് ക്രൂഡ് ഓയിലും ഉള്ളത്. സോ ഡിപ്പ് ബൈയിങ് ആണ് ഇപ്പോഴും ഞാൻ ഇറാന്റെയും ഇസ്രായേൽ ആ ഒരു യുദ്ധത്തിന്റെ കേസ് കിടക്കുന്നത് കൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്യൂർലി ഒരു ഡിപ്പ് ബൈയിങ്ങിനെ മാത്രമേ ഞാനൊരു ചാൻസ് ആയിട്ട് കാണുന്നുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരും ദിവസങ്ങളിൽ മാർക്കറ്റ് ഒരു ഹെവി ബ്രേക്ക്ഔട്ടോ അല്ലെങ്കിൽ ഹെവി ബ്രേക്ക് ഡൗണുള്ള മുകളിലത്തോടുകൂടി മാർക്കറ്റ് മൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ലെവലുകളിൽ അപ്സൈഡും താഴെയുള്ള ലെവൽസൊക്കെ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. സോ എല്ലാവരും MCXന്റെ വീഡിയോ കാണുക. ഈ വരാൻ പോകുന്ന ഏപ്രിൽ മാസം തൊട്ട് MCXന്റെ സപ്പോർട്ട് പ്ലാനിൽ വളരെയധികം ചേഞ്ചസ് വരുത്താൻ പോവുകയാണ്. ഡെയിലി ഉള്ള ലെവൽസ് കൊടുക്കുന്നതിന് കൂടെ നിങ്ങൾക്കൊരു ഒരു കോംബോ പാക്കായിട്ട് കൊടുക്കാൻ വേണ്ടി ഗ്രേറ്റ് ഈഗിൾ ടെക്കും ഞാനും കൂടെ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്കതിൽ MCXന് സപ്പോർട്ട് പ്ലാൻ കിടക്കും, ഓപ്ഷൻസിന്റെ ടേബിൾ കൂടെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ കൂടെ നമുക്ക് എൻ്റെ കൂടെ നിങ്ങൾ F&O മാർക്കറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ലൈവായിട്ട് വന്ന് സൂം മീറ്റിംഗിൽ നിന്ന് നിങ്ങൾക്ക് NSEയുടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ ആ 3 ട്രേഡ് സെറ്റപ്പിലേക്ക് പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി തമ്പ്ലൈനിൽ കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്.